رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي خبث لا يخرج إلا نكدا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. تفترق أمتي إلى 73 ملة كلهم في النار إلا واحدة. قيل من هي يا رسول الله؟ قال ما أنا عليه وأصحابي. صدق رسول الله. إذ لا دليل على الطريق إلى الإله إلا متابعة الرسول المكمل في حاله وفعاله ومقاله فتتبعن وتابعا لا تعدلا. ബഹുമാനപ്പെട്ട സ്റ്റേജിൽ ഉപവിഷ്ടരായ ഉലമാക്കളിൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളിൽ, കാര്യമായി ഇവിടെ തരീഖത്ത് എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. ഇവിടെ ഇതുവരെ ചർച്ച ചെയ്തതിൽ നമുക്ക് മനസ്സിലായി ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല. അല്ലെ, അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, അതാ ഞാൻ പറഞ്ഞത്. കാരണം തരീഖത്താണ് വിഷയം. തരീഖത്ത് എന്ന വഴിയാണല്ലോ. ആ ഒരു വഴിക്ക് നമ്മൾ പോകുമ്പം കുണ്ടും കുയ്യും മുള്ളും കല്ലും ഒക്കെ ഉണ്ടാവും, നല്ല വയ്യും ഉണ്ടാവും. അപ്പോൾ അവിടെ കുണ്ടാണ്, കുയ്യാണ്, അവിടെ കുപ്പിക്കഷ്ണുണ്ട്, അവിടെ മറ്റേ പാമ്പിന്റെ ശല്യമുണ്ട് എന്നൊക്കെ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാതെക്കലല്ലേ നല്ലത്. കൂടുതൽ ആവശ്യമില്ലേ പറയാൻ. അപ്പോ ഇതിന്റെ എല്ലാ കുണ്ടും കുയ്യും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആൾക്കാർ നമ്മളോട് പറയണത് ആ വഴിക്ക് പോകണ്ട, അതൊരു സുഖമുള്ള ഏർപ്പാടല്ല, ചിലപ്പോൾ അത് ദോഷം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വാശി പിടിച്ച് പോയിട്ട് പാമ്പ് കടിച്ചാൽ കടിച്ചത് തന്നെ, വേറെ വർത്താനമില്ല. അല്ലെങ്കിൽ കുപ്പിക്കഷ്ണം കാലിന് കുത്തി കഴിഞ്ഞാൽ അത് കുത്തിയത് തന്നെയാണ്, അത് അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആ വഴി ശരിയല്ല എന്ന് വഴി അറിയുന്ന ആള് പറഞ്ഞാൽ കൃത്യമായി അത് പാലിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിന് ആയത്തോ ഹദീസോ ഇജ്മാഅോ ഖിയാസോ ആവശ്യമില്ല. പറ്റാത്ത വഴിക്ക് പോയാൽ അനുഭവിച്ചറിയാവും. ഇത് തന്നെയാണ് അതിന്റെ കണക്ക്. അതേപോലെ തരീഖത്ത് എന്ന് പറയുന്നത് മശായിഖുമാർ, ഇപ്പൊ ഈ ശൈഖാന മരക്കൊമ്പത്ത് കയറിയാൽ ശൈഖായി, കേറ്റിച്ചാടിയാൽ ശൈഖായി, പോയാല് വീണാൽ ശൈഖായി, എല്ലായിടത്തും ശൈഖന്മാരെ കൊണ്ട് ആകെ കുടങ്ങി. ഇപ്പൊ മുരീദന്മാരില്ലാത്ത കണ്ടീഷനില്ല, തുടരാൻ ആള് വേണ്ടേ, ഒക്കെ ശൈഖാണേ. എല്ലാ ആളുകളും ശൈഖന്മാരായി. ഇനി അവിടെ മുരീദുണ്ടാകുക അതിന്റെ ചെറിയ ശൈഖൊന്നുമല്ല. ചെറിയ ചെറിയ ശൈഖന്മാരൊന്നും ഇപ്പൊ ഇല്ല. പൊതുവിലിപ്പോ ചെറിയ ആൾക്കാരില്ല. എല്ലാവരും മഹാന്മാരാണ്, മഹാപണ്ഡിതന്മാരാണ്, ആരും കമ്മിയുള്ളവരില്ല. പക്ഷെ ശൈഖന്മാരും അങ്ങനെ തന്നെ ആയിപ്പോ. പക്ഷെ ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ആകുന്ന നമുക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഈ ശൈഖന്മാർ ഇപ്പൊ ഈ രംഗത്തിറങ്ങിയതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മിക്കവാറും നമ്മളുടെ ദർസുകളിൽ തസവുഫിന്റെ കിതാബിന്റെ ദർസുകൾ കുറഞ്ഞു കുറഞ്ഞു വരിക. പഴയ കാലത്ത് യഹിയ, ഹിക്കമ് പോലുള്ള, യാഫിയ പോലുള്ള കിതാബുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറച്ച് കുറഞ്ഞിനും വേണ്ടായിട്ടില്ല. അതിന് സമയമില്ല, നമുക്ക് ആർക്കും ഇപ്പൊ സമയമില്ല. അപ്പൊ നിസ്കാരം സലാം കിട്ടിയാൽ ഓടുകയാണല്ലോ. അത് മുജാഹിദായിട്ടൊന്നുമല്ല, ഓന് സമയമില്ലാത്തതുകൊണ്ടാ. കാരണം അസ്റായിൽ വരാനായില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ വേഗം തീർക്കണം, അല്ലെങ്കിൽ എന്തോ കാര്യം ഉണ്ടാവും. അപ്പൊ ഈ തസവുഫിന്റെ കിതാബുകൾ കൂടുതൽ മുത്താല ചെയ്യാനും കൂടുതൽ തസവുഫിന്റെ ഇൽമുകൾ സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇപ്പൊ നമുക്ക് വലിയ അനുഗ്രഹം കിട്ടിയത്. അതുകൊണ്ട് ഇപ്പൊ എല്ലാ മൗലവിമാരും നോക്കൽ തുടങ്ങി, എന്താ ശൈഖ് പറഞ്ഞാല്, എന്താ മുരീദ് പറഞ്ഞാല്, എവിടെ പോയാലാണ് തരീഖത്ത് കിട്ടുക, എവിടുന്നാണ് കിട്ടാതെക്കുക. ഇപ്പൊ പല ജാതി പ്രശ്നങ്ങളുമായി. അപ്പൊ ഒറ്റ വാക്കിൽ കൂടുതൽ ഞാൻ പറയണില്ല, അള്ളാഹുവിന്റെ റസൂലിന് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടരാരാ? അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടരാണ് ഉലമാക്കൾ. അൽ ഉലമാഉ ബില്ലാഹ്.
അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവുള്ളതായ പണ്ഡിതന്മാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അല്ലേ? ഹിക്കമ് പോലുള്ള കിതാബുകൾ പരിശോധിച്ചാൽ കാണാം, ലൈസ അഹദുൻ അക്റമ അലല്ലാഹി തആല മിനൽ ഉലമാ, ഉഖറവിയായ ഉലമാക്കളേക്കാൾ അല്ലാഹു തആലാക്ക് ബഹുമാനമുള്ള ഒരൊറ്റാളുമില്ല. അതുകൊണ്ട് അല്ലാഹു തആലാന്റെ മഹ്ബൂബീങ്ങളായിരിക്കുന്ന ഉലമാക്കളോട് ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അങ്ങേ അറ്റം ഇഷ്ടമാകുന്നു. അപ്പൊ അള്ളാഹും അവന്റെ റസൂലും ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടരോട് കഠിനമായ ദേഷ്യം ഉണ്ടാകുക, അത് ശൈഖിന്റെ ലക്ഷണോ മറ്റോ നിങ്ങൾ മനസ്സിലാക്കുക. ഈ കള്ള തരീഖത്തുകാരെ പറ്റി മുഴുവനും നമുക്കറിയാൻ ഒരൊറ്റ മാനദണ്ഡം മതി. എന്താ? ആലിമീങ്ങളെ എതിർക്കുക എന്നുള്ള കച്ചവടം വലുത്. ഏത് പാർട്ടിയായാലും ഏത് തരീഖത്ത്, ഞാൻ ഒരു നിശ്ചിത തരീഖത്തിനെ പറയുന്നില്ല, പിഴച്ച തരീഖത്താണ് എന്നറിയാൻ ഒറ്റ വാക്കിൽ നാടന്മാരായ ഞമ്മക്ക് തിരിയാ, നമ്മൾക്ക് നാടന്മാരായ ഞമ്മക്ക് തിരിയാന്നല്ലൊരു ഉലമാഇനെ എതിർക്കുന്ന ഏത് തരീഖത്തുകാരുണ്ടോ ആ തരീഖത്ത് ശരിയല്ല. ഇത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. തെളിവുകൾ നിരത്തേണ്ട ആവശ്യമില്ലത്. ഇല്ലം യകുനിൽ ഉലമാഉ ഔലിയാ ഫലൈസ ലില്ലാഹി വലിയ്യുൻ. മഹാനായ മുഹയ്യിദ്ദീൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അല്ലാഹു തആലാന്റെ ഉലമാക്കൾ സാക്ഷാൽ ഔലിയാക്കളല്ലെങ്കിൽ ഫലൈസ ലില്ലാഹി വലിയ്യുൻ, അല്ലാഹു തആലാക്ക് വലി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇവിടെ ഉണ്ടാവില്ല. ഉലമാ മുഴുവനും ഔലിയാക്കളാ. അപ്പൊ അവരെ ശക്തമായി എതിർക്കുക, എന്നാലേ ഈ പരിപാടി ഇവിടെ ചെലവുള്ളൂ. അതിനെന്താ പറഞ്ഞറിയോ? ഒരിക്കൽ ഇത് കുറച്ച് പഴക്കണ്ടല്ലോ, അമീത പൈസയാണ്, 10-30 കൊല്ലത്തെ പഴക്കമുള്ള സാധനമാണ് ഈ മുതൽ ഇവിടെ കേരളത്തിൽ. ഇതിന്റെ ആദ്യഘട്ടത്തിലൊക്കെ ഭയങ്കരമായി ശംസുൽ ഉലമ പെരിന്തൽമണ്ണ, അതുപോലെ ഓമാനൂര്, കട്ടുപ്പാറ, അമനിക്കാട് തുടങ്ങി കുറെ സ്ഥലങ്ങളിൽ മൂപ്പര ആ പരിപാടിയാണ് നടത്തിയപ്പോ തൽക്കാലം ഒന്നാണ് ആശ്വാസം. ഉലമ ഈ ലോകത്തില്ലെങ്കിൽ ഇവിടെ ദീനുണ്ടോ സഹൃദ? യഥാർത്ഥമായ ഉലമാക്കൾ ഈ രാജ്യത്ത് ഈ ലോകത്തില്ലെങ്കിൽ ഇവിടെ ദീനുൽ ഇസ്ലാം ഉണ്ടോ ഇല്ലേ? അതിനെ കിതാബ് ഓതണം. അതോലെ വേഗം നാടന്മാർക്ക് തിരിയണ കോല. ഇവിടെ പിന്നെ ദീനില്ല, എന്നാ തന്നെയല്ലേ ഈ പണി നടക്കുള്ളൂ ഇവിടെ. അപ്പൊ അതിനെന്ത് ചെയ്യാറോ? സമസ്തയിലെ മുസാവറയില് 40 ആലിമീങ്ങളല്ലേ, 700 ആലിമി എതിർക്കണം, എന്നാലേ ഷെയ്ഖ് മുറബിയാവുള്ളൂ. പഴയ കാലത്ത് വായിച്ചിരുന്നു, അത് നമ്മൾക്ക് ഓർമ്മല്ലേറ്റ. 700 ആലിമീങ്ങൾ എതിർക്കണം, എന്നാലേ മുറബിയാവുള്ളൂ. ഇത് 40 ആളല്ല, ഒരു പ്രശ്നം തന്നെയല്ല. അപ്പൊ നമ്മൾ കേൾക്കുമ്പോ ശരിയാട്ടാ, കൂലി പറഞ്ഞോടത്തും കുറച്ച് കാര്യമുണ്ട്. ആര് പറഞ്ഞോടത്ത കാര്യമില്ലാത്ത? എല്ലാരും പറയുന്നിടത്തും കാര്യമാണ്. എല്ലാരും ആലിമീങ്ങളാ. ബൽ കുല്ലുനി തനവല മാ ഫീക മിൻ വസുഫി ലം യബ്ലുഗു ഫീ മിൻ കുല്ലിൻ നിരാനി സുഫി അൻജൈത കുല്ല മുരീദി മുഹിയദ്ദീനി. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി ഇരാക്കായൽ പട്ടണത്തിൽ നിന്ന് സഹീഹുൽ ബുഖാരി ദർസ് നടത്തുകയാണ്. ദർസ് നടത്തുന്ന ആ കാലഘട്ടത്തിൽ ശക്തമായ ഉഷ്ണം, ഭയങ്കര ചൂട്, വെള്ളമില്ല. ഈ സഹീഹുൽ ബുഖാരിയുടെ ദർസില് അപരിചിതനായ ഒരു വിദ്യാർത്ഥി സബക്ക് കഴിഞ്ഞപ്പോ ഓർ പറഞ്ഞ്, മഴയില്ലല്ലോ, നല്ല വിഷമാണ്. പിന്നെ ഈ മൊഴിയരെ കാണില്ല, ഈ ഓതാൻ വന്ന മൊഴിയാരെ പുതിയ ആളെ. കുറച്ച് കഴിഞ്ഞപ്പോ നല്ല ശക്തമായ ഇടി മഴയ. ആരാ വന്ന ആളെ അറിയൂ? മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ആ നിലക്കുള്ള മഹത്വം സിദ്ധിച്ച മഹാൻ പോലും തെർബിയത്തിന്റെ ദഅവ കൊണ്ടുവന്നിട്ടില്ല. ഔസുല്ലാഹുവിന്റെ മദഹ് കീർത്തനമാകുന്ന ഖുതുബിയത്ത് അദ്ദേഹം ഉണ്ടാക്കുന്നു. തനിക്ക് ബഗ്ദാദ് സിയാറത്ത് ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ മറ്റു ഇതര അസൗകര്യങ്ങൾ മുഖേന അത് സാധ്യമായില്ല. അതേ അവസരത്തിൽ ഇതാ തന്റെ അടുക്കൽ തന്റെ ഷെയ്ഖാകുന്ന അബ്ദുൽ ഖാദിർ ജീലാനി
ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഹാജരാകുന്നു. അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, യസൂറുഹു കുല്ലു മുസ്താഖിൻ വലാകിനഹു ഫീ ബൈതിഹി ഖദ് യുരാഖി മുഹിയദ്ദീനി. ആ നിലക്കുള്ള മഹാന്മാര് പോലും എന്ത് ചെയ്തിട്ടില്ല? തെർബിയത്തിന്റെ അവകാശം ബാധിച്ചിട്ടില്ല. മാത്രമല്ല, മാ ആബദഹജകദു ഇൽമി വലാ കശ്ഫി, ഇൽമോ കശ്ഫോ ഉടയ ഒരൊറ്റ മഹാനും അങ്ങയുടെ തരീഖത്തിനെ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ബൽ കുല്ലു നിഖിനു അലാ മാ ഫീക മിൻ വസ്ഫി, അവര് മുഴുവനും പ്രശംസിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പോലും ലം യബുലുഗു ഫീഹി മിൻ കുല്ലിൻ നിരാനിസ്ഫി, ഒരു പകുതി പോലും പ്രശംസ പൂർത്തിയാക്കിയിട്ടില്ല. ഒരു അൻജയിത കുല്ല മുരീദി മുഹിയദ്ദീനി. ഇതാണ് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു. ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലി ബഹറുൻ ലാ സാഹില ലഹു, ഹഖായിഖിന്റെ കടലാണ് ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലി. ലാ സാഹില ലഹു, അതിന് കരയില്ല, മറുകാരായില്ല, കാടേറിൽ ഞാൻ എന്നോവർ. അത്രയും പ്രശസ്തനായ ഏറ്റവും പ്രമുഖനായ മഹാനാണ് ആര്? ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു. അപ്പൊ ആ ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലേ വോട്ട് തോന കിട്ടുള്ളൂ. അതാണ് ഇപ്പൊ എല്ലാരും കാതിരി. ഈ കാതിരിയ, ഞാനും കാതിരിയ. എന്താ എന്റെ ദിക്കറ്? എനിക്ക് ദിക്കറ് തന്നെ ഉള്ളൂ. നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളോട് ചിന്തിച്ചാ പോരെ. പിന്നെ അള്ള കൂടെ, അതൊന്നും എപ്പ പറയണില്ല. ദാത്തുമയ്യത്താവുമ്പോ കരുവാരെ കൊണ്ട് നിറച്ച അള്ളയിക്കാരം. കാരണം നമ്മളെ കുടിയിലുണ്ടാവും അല്ല. ഇന്നല്ലാ എളാ കുല്ലി ഷെയ്യും മൊഹീത്ത് തന്നിട്ട് ചിലര് അർത്ഥം വെക്കലുണ്ട്. അപ്പൊ ദാത്തുമയ്യത്ത് എല്ലാ ഷെയ് മാസിവൽ ബാരി ഷെയ്യാണല്ലോ. എല്ലാ ഷെയ്യിലും അള്ളാഹു മൊഹീത്താണെങ്കിൽ ജിമാവിടിയും പറ്റൂല. കാരണം അള്ളാന്റെ വെക്കാറിലാവും. വളരെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ദാത്തുമയ്യത്തിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവരുടെ വഹദത്തുൽ വുജൂദ്, ദാത്തുമയ്യത്ത്, ഇതൊക്കെ സുലൂക്കിന്റെ കിതാബിൽ മഹാന്മാര് രേഖപ്പെടുത്തിയതാ. അതിനൊക്കെ അടിസ്ഥാനമുണ്ട്. പക്ഷേ കുറച്ച് വിശദമായി പറയേണ്ടതാണ് കാര്യങ്ങളൊക്കെ. ഒറ്റവാക്കിൽ ഒതുക്കി പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ത്വരീഖിന്റെ മശായിഖന്മാരുടെ ഇസ്തിലാഹി എടുത്തുകൊണ്ട് അത് കടമെടുത്തുകൊണ്ട് ഓരോരുത്തരും ശൈഖാകുക. ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മുരീദ് എന്ന മുത്തബഹിറാകണം. ഖദ് അജ്മഅ അശിയാഖു ത്വരീഖി അലാ അന്നഹും ലാ യുദ്ഖിലൂന അഹദൻ ഫി ത്വരീഖി ഇല്ലാ ബഅദ തബഹുരിഹി ഫി ഉലൂമി ശരീഅത്തി വആലാതിഹാ. ഇത് അബ്ദുൽ വഹാബ് ശഅറാനി ലത്വായിഫുൽ മിനനിൽ പറയുന്നു. ഖദ് അജ്മഅ അശിയാഖു ത്വരീഖ്, തരീഖിന്റെ സർവ്വ മശായിഖുമാരും ഇജ്മാഅാണ്, ഏകകണ്ഠമായ അഭിപ്രായമാണ്. അലാ അന്നഹും, ആ മശായിഖുമാരി ലാ യുദ്ഖിലൂന അഹദാ, ഒരാളെയും പ്രവേശിപ്പിക്കുകയില്ല. ഇല്ലാ ബഅദ തബഹുരിഹി ഫീ ഉലൂമി ശരീഅ, ശരീഅത്തിന്റെ ഇൽമിലും ആലാത്തിഹ, അതിന്റെ ആലാത്തുകളിലും പൂർണ്ണമായ സമുദ്രമായിട്ടല്ലാതെ ഏറ്റവും അഗാധ പണ്ഡിതനാകണം മുരീദ് തന്നെ. വേറെ ഒരു കോലുണ്ട്, ഓലൊന്നും അതിലേക്ക് കടക്കൂല ബഹറാകാതെ. ഇങ്ങനെയൊരു സ്വഭാവം ഉണ്ടതിന്. മുരീദ് തന്നെ മഹാജോറാകണം. പിന്നെന്താ കഥ? ഇപ്പൊ എന്താ സാധാരണ ഇവര് ചെയ്യുന്ന അറിയോ? വേഗട്ട് വരിക ഒരു നാടനോട്, അല്ല എവിടെ അള്ള വൻ തെരഞ്ഞു വെക്കും. ഇവിടെ അള്ളാനെ കാണുമോ? എന്താ പിന്നെ ഉസ്താദെ, നിങ്ങളെ പേര്? സൈദാലി ഉസ്താദ്. സൈദാലി ഉസ്താദ് ഇവിടെ? മൂപ്പരോടാ ചോദിക്കുന്നത്. സൈദാലി ഉഞ്ഞേരോടെ? സൈദാലി മുഞ്ഞേര. ഇത് സൈദാലി ഉഞ്ഞേര? ചോദ്യമാണ്. ഇത് സൈദാലി മുഞ്ഞേര? അല്ല. പിന്നെ ഇതോ? ഇത് സൈദാലി മുഞ്ഞേര? അല്ല. പിന്നെ തലമ തൊട്ടിട്ട് ഇത് സൈദാലി മുഞ്ഞേര? അല്ല. വാപ്പ സൈദാലി മുഞ്ഞേരില്ല. ഏയ് ഇങ്ങനെ സൈദാലി, നീ സൈദാലി മുഞ്ഞേരെ കാണണോ? കൂടെ പോയി. കാരണം ഇഹ്സാനിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണെന്ന് പറഞ്ഞു. നീ അള്ളാഹുവിനിക്ക് ഇബാദത്തിലാണ് കാണും പോലെ, നീ അവനെ കണ്ടതുപോലെ. ഫൈലന്തക്കും തറാഹു, അവനെ കണ്ടിട്ടില്ലെങ്കിൽ ഫൈന്നഹു യറാക. അവിടെ 2-3 വ്യാഖ്യാനങ്ങളുണ്ട്. ഓ എന്നെ കാണും. അപ്പോ ചോദിക്ക, എങ്ങനെ മൂല്യരായി ഇബാദത്ത് ചെയ്യ? നിങ്ങൾ അള്ളാഹിനെ കാണുന്നുണ്ടോ? ഇല്ല. എന്താ അല്ലാഹ, നീ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യ.
കാനൊക്കെ തറാഹു ഓനെ കാണും പോലെ. എവിടുന്നാ കണ്ട്? നിങ്ങൾ എവിടുന്ന അള്ളാനെ കണ്ട്? അള്ളാനെ കാണുന്നത് ജൂബാണ്. കായിക അങ്ങനെയാണല്ലോ. അവൻ കണ്ടിട്ടില്ല. കാണണോ? വരി നീ കൂടിയാൽ മതി. ഇതിലെ കൂടിക്കഴിഞ്ഞാലോ ഈ ബീജ് പറഞ്ഞ ജനങ്ങളെ എങ്ങൾക്കൊക്കെ തിരിയോച്ച് ഞങ്ങൾക്കൊക്കെ തിരിയുന്നാണ്. തിരിയുന്നവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ കുറച്ച് തണ്ടാര് പറഞ്ഞു, ആരാക്കെ ചെക്കന്മാരെ വിവേകം ഇല്ലാത്തതുകൊണ്ടാ ഞങ്ങൾക്കൊന്നും തിരിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന മാതിരി. ഇത് ആദ്യമായിട്ട് എവിടെയെന്നാ ചോദിക്കണേ. അങ്ങനെ ചോദിക്കുമ്പോ എന്താണില്ല, നമ്മളാകെ കുടുങ്ങി. നല്ല ചോദ്യമാണല്ലോ. ഇതിന് കൂടിയാലോ ഷെയ്ഖിന്റെ അടുത്ത് മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ അരികിൽ മയ്യത്ത് കിടക്കും പോലെ നിൽക്കണം. മയ്യത്തിനെ നമ്മൾ അങ്ങോട്ട് മറച്ചിട്ട് കുളിപ്പിച്ചു, കുഴപ്പമില്ല. കൗത്തിട്ട് കുളിപ്പിച്ചു, കുഴപ്പമില്ല. കാലുകടി പിടിച്ച് അങ്ങോട്ട് തിരിച്ചു, ഇങ്ങോട്ട് തിരിച്ചു. മയ്യത്ത് അങ്ങോട്ട് പിടിച്ചല്ലാന്ന് പറയോ? ഇല്ല. എന്ന പോലെ മിണ്ടാൻ പാടില്ല. കഴിച്ചില്ലേ? അപ്പൊ ആ കണക്കിന് നമുക്കൊക്കെ ഷെയ്ഖായിക്കൂടെ? ഇങ്ങോട്ടൊന്നും ചോദിക്കൂലല്ലോ. അപ്പൊ നിലവാരാണ് ഇതിലുള്ളത്. ഒറ്റ വാക്കിന് ഒരുപാടുണ്ട്. അഹമ്മയ്യത്തെ തരീക്കത്തിന്റെ അസറാറേ ലായില ചെരിവ് അപ്പൊ തന്നെ ഉണ്ട്. അസറാറേ ലായിലാഹ ഇല്ലല്ല. അപ്പൊ ആ ചെരിവ് എല്ലായിടത്തുണ്ടാവും. അപ്പൊ ഈ വയ്യ അറിയുന്ന ആൾക്കാര് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ബൈക്ക് പൊയ്ക്കോളി, മറ്റേ വയ്യ സുഖല്ലാൻ. അപ്പൊ സുഖല്ലാൻ വയ്യ അറിയുന്ന ആൾക്കാര് പറഞ്ഞാൽ ആ ബൈക്ക് പോകലാണ് ഭംഗി. അതുകൊണ്ടാണ് തരീക്കത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റവും പ്രമുഖരായ പിന്നെ ബരി ശംസുൽ ഉലമ എന്നൊക്കെ പറയുമ്പോൾ വിചാരിച്ചു അതൊക്കെ ഓലെ പാർട്ടിന്റെ ഒപ്പാണ്. അതൊക്കെ മനസ്സിലാക്കുക. അതിനെ പറ്റിയൊക്കെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു പോയി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമല്ല, സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയും മറ്റ് എല്ലാ പണ്ഡിതന്മാരും ഈ തരീക്കത്ത് സുഖല്ലാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇതിന് കൂടിയാല് ചിലവർക്കൊരു മർത്തവ ഉണ്ടാവും. ഞാൻ അതൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാ, നേരല്ല. മർത്തവ കൂടലുണ്ട് ചിലർക്ക് ഈ തെരീക്കത്തിന് കൂടിയിട്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നിടത്ത് തയ്യോട്ടൊരു ഷെയ്ഖ് വന്നു കഴിഞ്ഞല്ലോ. ഓന്റെ കറാമത്ത്, ഞാൻ അന്ന് അബുദാബി പോയിരുന്നു. അവിടെ വന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയായിരുന്നു. ഇവിടെ ആകെ മനസ്സിലായിന്. ഒരു വലിയൊരു ദിക്റുകാലൊക്കെയും മറ്റും മറിച്ചൊക്കെ കെട്ടിയിട്ട് ബമ്പം പരിപാടി. അപ്പൊ ഞാൻ അവിടെ നിന്ന് വന്നപ്പോ ചോദിച്ചു, മൂല്യന്മാർ അവിടെ ഉള്ള മൂല്യന്മാരോട് നിങ്ങൾ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞോടെ എന്തോ ഒന്നുണ്ട് കാരണം. ഈ എന്തോ എന്ന് തന്നെ വലിയ ബേജാറാണല്ലോ. അതെന്താ സാധനം എന്ന് ചോദിച്ചു. എന്തോ ഒന്നുണ്ട്. മൂപ്പരോട് സംസാരിച്ചാൽ എന്തോ ഒന്നുണ്ട് എന്നാ. ഒരു സുമാർ 10-28 വയസ്സുണ്ടാവും ചങ്ങായിക്ക്. എന്നാ ഞമ്മക്ക് സൗകര്യം ഉണ്ടാവുമെന്ന് വർത്താനം പറയാം. നമ്മൾ നിൽക്കണ മയലായതുകൊണ്ട് അന്വേഷിക്കണത്. അല്ല, അങ്ങനൊന്നും മൂപ്പരോട് സംസാരിക്കാൻ പറ്റൂലാണ്. എന്നാ പിന്നെ പൊട്ടേർ. അങ്ങനെ മൂപ്പരെ പറ്റി നമ്മൾ അന്വേഷണം നടത്തിയപ്പോ ഖിത്താൻ തന്നെ ചെയ്തിട്ടില്ല. ഷെയ്ഖാണ് ചെയ്തിട്ടില്ലാന്ന് മാത്രല്ല, ഒരുപാട് സംഗതി പിന്നെ തിരിഞ്ഞു. എന്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നു, മറ്റതായിരുന്നു, മറിച്ചതായിരുന്നു. വേറെ ചങ്ങായി എന്നോട് വന്നിട്ട് മൂപ്പരെ കറാമത്ത് തന്നെ എന്താരോ ഉസ്താദെ, മൂപ്പര് മഖ്തൂനാണ് എന്ന് പ്രസവിക്കപ്പെടുമ്പോ തന്നെ മഖ്തൂനാണ്, ചില്ലറല്ല. മാർഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെറ്റപ്പന്നെ മാർഗം കഴിച്ചുകൊണ്ടാണ് വന്നത് എന്നർത്ഥം. മൂല്യമാരല്ലേ സാധിച്ചിട്ടുള്ളൂ, അങ്ങനെ പറയാൻ മതി. മഖ്തൂനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അതിന് ദലീല് പറഞ്ഞത്? കാണിച്ചു തന്നു. അപ്പൊ അത് എന്താ നമ്മള് നിക്കണ മയലിലുണ്ടായ സംഭവം 2 കൊല്ലപ്പുറം. അപ്പൊ ഓന്റെ ആവശ്യം തന്നെ അവിടുന്ന് പറഞ്ഞേക്കുക എന്നുള്ളതാ. അതിന് ഓന്റെ മാർഗം കഴിച്ചാക്കണോ, അല്ലെ ഓനെ കഴിച്ചണോ ഞാൻ പോണെങ്കിൽ? അതൊന്നും എനിക്ക് ബന്ധമില്ലല്ലോ. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ എന്താ നരങ്ങള് പരിപാടി? ഓന് സേവ് ചെയ്യണ സമയത്ത് അടിയിൽ പേപ്പർ ഇടുക, എന്നിട്ട് ആ മുടി കൊണ്ടുപോയിട്ട് തബറുക്കിനൊന്നും അല്ലത്. അതുകൊണ്ടൊക്കെ ഒരുപാട് പണിയുണ്ട് ഒക്കെ അറിയോ. അതുകൊണ്ടൊക്കെ വേറെ വേറെ പദ്ധതികളുണ്ട്. ഈ ജാതി തബറുക്കുകളാ. അപ്പൊ ഞാൻ ചോദിച്ചു ചെങ്ങായിനോട്, ചെങ്ങായി ഒരു ചെങ്ങായി ഇപ്പൊ ഞാൻ കാണിച്ചു തന്നിട്ട് എന്നോട് പറയാം എന്നെ പെറ്റപ്പോ ഇങ്ങനെ തന്നെയാണ് അല്ലാന്ന് ഒരാന്റെത്താ തുരി ചോദിച്ചു. ഉണ്ടോ? ഈ ജാതി കറാമത്തൊക്കെ, ഇതൊക്കെ കറാമത്താന്നും പറഞ്ഞുകൊണ്ട് അത് വിശ്വസിക്കാനും കമ്പനി ഉണ്ട് എന്നറിയാം. കറാമ്പുറപ്പല്ലേ അത് വാസ്തവത്തിൽ. ഇതേപോലുള്ള ഒരുപാട്, അതുപോലെ ഇപ്പൊ ഓരോ കറാമത്തുകളും. അതാ ഞാൻ മുമ്പ് ഈ അടുത്ത ദിവസം മാമ്പോയെ പറഞ്ഞപ്പോ പറഞ്ഞത്, കുറെ ആസാമികൾ ഇറങ്ങിയിപ്പോ കരുതികോളി പറഞ്ഞത്.
എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഇവിടെ ആയിട്ടൊന്നുമല്ല, ഇവര് മാത്രമല്ല പല സൈസ് ആൾക്കാരും അറിയുന്നുണ്ട്. ഇപ്പൊ ഇത് നല്ല മാർക്കറ്റുള്ള കച്ചവടാ. ഒരു വീട്ടിൽ വരിക, എന്നിട്ട് ഓലെ ഒരു സെന്ററാക്കുക, അവിടെ കുറച്ച് മുരീതന്മാരും കുറച്ച് ഏജന്റും ഒക്കെ ഉണ്ടാക്കുക. എന്നാ പിന്നെ അത്യാവശ്യം മൈസത്താണ്ട് കഴിയും ചെയ്യും, ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളോട് പറയാനുള്ളത്, ത്വരീഖ് എന്ന് പറഞ്ഞാൽ വയ്യ, അതിൽ കുണ്ടും കുയ്യും ഒക്കെ ഉണ്ടാവും. അത് തിരിയുന്ന ആൾക്കാർ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ വഴിക്ക് പോകണ്ട, ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കുക. പിന്നെ സാധാരണക്കാർ പറയും നമുക്ക് ആ നേട്ടങ്ങൾ അങ്ങനെ ഉണ്ടാക്കി, നമ്മൾ നിൽക്കാറ് തന്നെ തുടങ്ങിയത് അതിൽ കൂടിയിട്ടാണ്, അത് നിങ്ങൾ പോയത്താണ്. അതിൽ കൂടുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് ആ പണി പോകണം. പക്ഷെ നിങ്ങളെ ഉദാസീനത കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. ഇപ്പൊ ഇതിൽ കൂടി എന്ന് പറഞ്ഞാല് അതിന് മറ്റേ ആളെ സഹായം കുറച്ച് അധികം ഉണ്ടാവും. വലിയ മൂപ്പരെ നിങ്ങൾക്കറിയാലോ, വലിയ ആളെ മൂപ്പരെ ഒരു മോചേരെ ചെയ്ത്താൻ പറ്റിക്കലെങ്ങനെ? കള്ളുടിച്ചിട്ടാ മോചേരെ വരി, നമ്മള് കള്ളശാപത്തൊന്നും കരുതുന്നു, ലേശം കുടിച്ചു പോകാൻ പുറത്ത് പാളച്ചിട്ടേണ്ടി വരൂലേ. മോചേര അങ്ങനെ കൊണ്ടുപോകില്ല. ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോകില്ല. അതിന് കൊണ്ടുപോകേണ്ട ഒരു കോലുണ്ട്. മൂജേരെ കൊണ്ടുപോകേണ്ട വഴിക്ക് കുറച്ച് ദിക്റാക്കുക. ആദ്യം കുറച്ച് ഇടിമുട്ടിന്റെ അല്ല കജ്ജില്, അതിങ്ങനെ മുട്ടി ഇങ്ങനെ നടക്കുക. എപ്പോഴും ഇംഗ്ലീഷ് മീനിന്റെ മാതിരി ചുണ്ടാനിയെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു വലിയ ദാക്കിറാണ്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ മീൻ എപ്പോഴും അതിന്റെ ചുണ്ടാനിയെ കൊണ്ടിരിക്കും. അത് ദിക്റല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദിക്റ ഭയങ്കര ദിക്റാണ്. നെറ്റിമല ചൂട്ടുകണ്ടില്ലെങ്കിൽ അതൊക്കെ പടച്ചോനെ കൊള്ള അവളെ അടുത്തോട്ടെ, ഞമ്മളവിടെ അടുക്കണ്ട. ഓല് പടച്ചോനെ കൊള്ള സ്വന്തം ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ അടുക്കണ്ട. കാരണം നിങ്ങൾ അടുക്കണ്ടെന്ന് അറിയുന്നവർ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊന്നല്ല പറഞ്ഞത്. നമ്മളെ വന്യര ഉസ്താദന്മാർ എത്രയോ ഉന്നത പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞ ആ വഴി ശരിയില്ലട്ടോ, വഴി ശരിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകാതെക്കല ഭംഗി. പിന്നെ ഞാനും പോവുകയാണെന്ന് പറഞ്ഞു, ഓൻ പോയാൽ കുടുങ്ങും, വേറൊരു രക്ഷയില്ല. എന്നാ കുടുക്കൊന്നുമില്ലല്ലോ, ഓർക്ക് നല്ല സൗകര്യം. ഈ ദുന്യാവിന്റെ ഹാൽ അങ്ങനെയാണ്. കൂടുതൽ സൗകര്യങ്ങൾ അത്തരം കമ്പനിക്കൊക്കെ ഉണ്ടാവും. ഒക്കെ ഇനിയും ഒരുപാട് ശേഖന്മാർ ഇവിടെ വരാനുണ്ട്. ഇനിയൊരു അള്ളേണ് എന്ന് പറഞ്ഞിട്ട് ഇനി വരാൻ പോണേ ഉള്ളൂ. ഞാൻ പടച്ചോനാണ്, എന്നെ കൊണ്ട് വിശ്വസിക്കുവാന ശേഖും ഇവിടെ വരാൻ പോണില്ലേ? ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, വലത്തെ തൊക്ക് ഇങ്ങനെ കാണിക്കുമ്പോ സ്വർഗ്ഗായിരിക്കും, ഇടത്തെ കൈ പൊന്തിച്ചാൽ നരകായിരിക്കും. അങ്ങനത്തെ ശൈഖും ഇവിടെ വരാനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി. അത് നമ്മൾ നിസ്കാരത്തിൽ ഓനെ തൊട്ടൊക്കെ കാവലിനെ തേടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കി, ശരിയായ ഒരു ശൈഖാണെങ്കിൽ അയാളെ നാക്കും അയാളെ കൽബും എല്ലാം വളരെ ക്ലിയറാവും. നാവ് അതുകൊണ്ട് അനാവശ്യം പറയില്ല, തോന്നിയാസം അതുകൊണ്ട് പറയില്ല. പ്രത്യേകിച്ച് ഉലമായിനെ ആക്ഷേപിക്കുക, ഇത് ത്വരീഖല്ലല്ലോ, അത് നമുക്ക് തന്നെ അറിയാലോ. ഉലമായിനെ ആക്ഷേപിക്കുന്ന ത്വരീഖ് ശരിക്ക് ത്വരീഖല്ല. നിങ്ങൾ നോക്കി, ത്വരീഖത്തിന്റെ ഏതെങ്കിലും മശായിഖുമാർ ഈ കാലം വരെ ഉഖറവിയായ ഉലമാക്കളെ ആക്ഷേപിച്ച വല്ല ചരിത്രങ്ങളുണ്ടോ ത്വരീഖിന്റെ സുലൂക്കിന്റെ കിതാബുകളിൽ? ഇല്ല. പിന്നെ കറാമത്തുകൾ ധാരാളം കാണും. ഇപ്പൊ വലിയ കേസതാ, ഒരുത്തന്റെ തലവേദന മാറിയ കറാമത്തായി. എന്താ നിങ്ങൾ പറയുന്നത്? അൽഷിഫയെ കൊണ്ടുപോയി, മൗലാനെ കൊണ്ടുപോയി, എന്നിട്ടൊന്നും സുഖമില്ല. ശൈഖ് ഒരൊറ്റ ഊത്ത അവിടാണ്ട് നിന്ന് ബംബാലല്ലേ ഒറ്റ ഊത്തില് നിൽക്കാന്, ഈ ഒരൊറ്റ ഊത്തിലാട് നിന്ന്. അപ്പൊ അതിൽ കറാമത്തായി. അതേപോലെ തന്നെ ഓരോ മറ്റവരെ കാലിന് ചെറിയൊരു മുറിയുണ്ടേനി. ഷെയ്ഖ് ഇങ്ങനെ നോക്കി, ഇവിടുത്തെ ഷെയ്ഖിന്റെ വർത്താനല്ലേ അവന് മൊത്തത്തിലാ പറഞ്ഞത്. അപ്പൊ ഒരൊറ്റ നോട്ടം, ആ മുറി പോയ ബജ്ജ് കണ്ടില്ല. ഇങ്ങനെ ഓരോരുത്തർക്ക് തലവേദന മാറിയാല്, അല്ലെങ്കിൽ ഓന്റെ പൊരടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ശരിയാവോടാ പോയിക്കോ, അത് കയ്യിൽ വെച്ചോ പറഞ്ഞു. പിന്നെ ആ ഉള്ളടത്തു നിന്നൊക്കെ കടം വാങ്ങി കണ്ട് ഇതുണ്ടാക്കി. അപ്പൊ ആ തന്നതുണ്ടല്ലോ വല്ലാത്ത പൈസയാണ്. കാരണം ഇതോ വാങ്ങിയതൊക്കെ. അപ്പൊ ഇതൊക്കെ കറാമത്തായി കാണുന്നു. കറാമത്ത് വെളിവാകാനാണ് വലിയൊരു കേസുള്ള കാര്യമല്ല. ഈ കുട്ടികൾ, ചെറിയ മക്കൾ ഇങ്ങനെ കരയുമ്പോ ആ കരച്ചില് വല്ലാതെ ശല്യമാകുമ്പോ എന്ത് ചെയ്യും? അതിന്റെ കളിച്ചാൻ വേണ്ടിയിട്ടുള്ള ഈ പി കൊടുക്കല് എന്നമായുള്ള ചെറിയ പരിപാടിയാണ്. കറാമത്തല്ല, ഇസ്തിഖാമത്താ വലിയ മക്കാമ്. അപ്പൊ അതുകൊണ്ട് ഈ ത്വരീഖത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കറാമത്തും കാര്യമൊക്കെ കണ്ട അതുണ്ടായിക്കോട്ടെ, പഠിച്ചോനെ നല്ലത് തന്നെ, എനിക്ക് വേണ്ട. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, നമ്മളിപ്പോ പറയണ്ടോ, എന്തെങ്കിലും നാൾ പോകാൻ പറഞ്ഞിട്ടുണ്ട്, ആ കാല് വെച്ചുത്തിട്ട് നേരെ ശരിയായി. ആക്കെ ദുനിയാവിൽ നടക്കണ കാല് വെച്ചുത്തലും മരിച്ചലും
സോക്കടായാലും ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കറാമത്തായി. ഛർദിക്കണ അയാൾ പറഞ്ഞിട്ടാ, നമ്മളങ്ങനെ ഒന്നും പറഞ്ഞില്ലട്ടാ. قد أجمع العراب جلهم على أن أفضل الطاعات لله العلا حفظ لأنفاس يكون خروجها ودخولها بالله في الملأ الخلا. മഹാന്മാരായ മശായിഖന്മാർ ഇജ്മാഅാണെന്ന് അംഫാസിയായ ദിക്റ് വലിയ ഇതാണ്. ഏത് സമയത്ത് അല്ലാ എന്നുള്ള ശ്വാസം, ഓരോ ശ്വാസവും അല്ലാന്ന്. പിന്നെ ഇങ്ങനെ സമസ്തനെ ഇത്തരം നേരം കിട്ടും. ഇപ്പൊ ഇതിനായിട്ട് ഒരുങ്ങി പുറപ്പെട്ട ഒരു വിഷയമല്ല. അതുകൊണ്ട് ഒറ്റ വാക്കിൽ സാധാരണക്കാരങ്ങൾ ശ്രദ്ധിക്കുന്നത് അറിയാം. ഒരു മൊല്ല കണ്ടതിനെത്ര ഒരു നാട്ടിൽ ഒന്നും ആക്ഷേപിക്കൂല. ഏത് വന്നാലും മൂപ്പർക്ക് പാകാം. എങ്ങനെയുണ്ട് മൊല്ലാക്കെ ചോറ്? അല്ലോ ഇന്നലത്തെ ചോറ് നല്ല ചോറാ. പിന്നെ ഞാൻ അല്ലോ എല്ലാം മൂപ്പർക്ക് ആക്ഷേപമൊന്നുമില്ല. അപ്പൊ ഒരു വിളവം തീരുമാനിച്ച് ഇയാൾ ആള് വലിയ ബില്ലനാ, എന്തെങ്കിലും ഒന്ന് എതിർക്കോ നോക്കാന്ന് വിചാരിച്ചിട്ട് നല്ല ഒരു സൽക്കാരം, നല്ല ചീറാപറങ്കി അരച്ചിട്ട് ഒരു ചോറുണ്ടാക്കി സൽക്കരിച്ചു. ചാറാൾ പറഞ്ഞു കൊടുത്തു. ഒരു ഉരുള ചോറ് വയ്ക്കുമ്പോ എങ്ങനെയുണ്ട് മല്ലാക്കിയ ചാറ്? വളരെ നല്ലതാ മോനെ, ഒരു തുള്ളി ഇട്ട് പാരല്ലോ എന്ന മാതിരി. ഇത് സാധനമൊക്കെ നല്ലതാ, ശരിക്ക് വേണ്ടാന്ന് പറഞ്ഞാളി, ആക്ഷേപിക്കണ്ട, ഇതൊക്കെ നല്ല മുതലാണ്, എനിക്ക് വളമ്പണ്ട എന്ന് പറഞ്ഞാൽ മതി. നേരത്തെ ഉദ്ഘാടന പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഖിബിരീത്തുൽ അഹ്മറാൻ ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ തസത്തുർ ഉണ്ടാവുന്ന തെർബിയത്തിന്റെ മശായിഖന്മാർ ഈ ഫസാദിന്റെ കാലം വരുമ്പോൾ തസത്തുർ മറഞ്ഞു നിൽക്കുവരുന്ന. പിന്നെ അതൊക്കെ കാണണമെങ്കിൽ കുറെ നല്ല മൂർച്ചുള്ള കണ്ണുമായിട്ട് നടക്കണം. അതിനാണെങ്കിൽ നമുക്കിപ്പോ നേരം ഉണ്ടാവില്ലല്ലോ. നമുക്കിപ്പോ ഇവിടെ ഓരോരോ സോയിലും അതിന്റെ പുറമെ ഈ കണ്ണ് മൂർച്ചം കൂട്ടാൻ നടക്കില്ല. ഈ കണ്ണ് മൂർച്ചം കൂട്ടിയാൽ പോരാ, വേറെ കണ്ണുണ്ട്, അതുകൊണ്ട് നോക്കിയെങ്കിലേ കാണുള്ളൂ. അതിന് വേറെ ചില കഴിവുകളും പ്രാപ്തികളൊക്കെയാണ് അതിലേക്ക് പറഞ്ഞത്. അതൊക്കെ മഹാന്മാർ തന്നെ പറഞ്ഞു തന്നതാ. അങ്ങനെ വന്നാ പിന്നെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓൽക്ക് തുറന്നു കാണാൻ കുപ്പിയത്. എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ, എല്ലാ വിഷയം തുറന്നു കാണാൻ കഴിയുന്ന ഒരവസ്ഥ. ആ നിലവാരത്തിലല്ലല്ലോ നമ്മളവസ്ഥകൾ. അപ്പൊ ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ മുസ്തഫായ നബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. പിന്നെ തബറുക്കിന്റെ മശായിഖന്മാരെന്തെങ്കിലും ഫാത്തിഹ അതല്ലെങ്കിൽ ദിക്റുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതങ്ങനെ ശരിയായിട്ട് പോയി. പിന്നെ ഇവരെ ഈ തെർബിയത്ത് ചെയ്യലും അതിന്റെ നന്നാകലും അതിന്റെ കോലൊന്നും എപ്പം പറയുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ അതിന്റെ സമയം ഇനി ഇല്ലാത്തത് കൊണ്ട് ഓരുടെ ഓരോ വിഷയങ്ങളും ഓരോ ആശയങ്ങളും അതിന്റെ വിശ്വാസങ്ങളൊക്കെ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. അതെല്ലാന്ന് പറയാൻ കാരണം ഒറ്റ വാക്കിന് സമസ്ത എതിർത്തു. ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് ഇവരും വലാലത്തിന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള വിലമാക്കളും. അതുകൊണ്ട് ആ പാർട്ടിയിൽ നമ്മൾ പോകരുത്. ആരെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലേ അത് കൂടുന്നത്. അത് നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ദിക്റല്ലേ, ദിക്ർ എല്ലാവരും പറഞ്ഞാൽ കേൾക്കാൻ പറ്റൂല. എല്ലാരും ദിക്ർ എന്ന് സ്വീകരിച്ചാൽ വേറൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ, ഒരു മഹാനോട് ഇബ്ലീസ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലിക്കോളി തന്നെ അയ്യി പറഞ്ഞെന്നുള്ള ആൾക്ക് എനിക്ക് എല്ലാം പറ്റൂല പറഞ്ഞു. അങ്ങനെ പല ഇജാസത്ത് കൊടുത്തിട്ട് ചെല്ലാത്ത കുറെ ആൾക്കാരും അതിന്റെ കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചൊറ്റ വാക്കില് ഈ വഴികളെപ്പറ്റി മനസ്സിലാക്കിയ മഹാന്മാർ ആ വഴി ശരിയില്ല എന്ന് മനസ്സിൽ പറഞ്ഞാൽ ആ വഴിയിൽ നമ്മൾ സഞ്ചരിക്കരുത്, പോകരുത്. അത് അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വഴിയെ തെരഞ്ഞെടുത്ത് ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനം